ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് എടുക്കാൻ പോണത്. ഹോം സയൻസിൽ നെക്സ്റ്റ് ചാപ്റ്റർ മെയിൻ്റെനൻസ് ഓഫ് പ്രിമിസസ്, പരിസര പരിപാലനം, മെയിൻ്റെനൻസ് ഓഫ് പ്രിമിസസ്. അപ്പോൾ ഇതും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലത്തെ ഇതിന് തൊട്ട് മുന്നെടുത്ത ചാപ്റ്റർ പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കൊന്നും ഇങ്ങനെ എടുത്ത് പറഞ്ഞു തരാനില്ല. ജസ്റ്റ് ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. പെയിൻറ്റ് ചെയ്ത ഭിത്തി എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്? ഓരോ ടൈപ്പ് വൃത്തിയാക്കലുകളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഭിത്തിയിലെ പൊടിയും ചിലന്തി വലയൊക്കെ നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കുക. അതുപോലെ സോപ്പും വെള്ളം സ്പോഞ്ചിലോ അല്ലെങ്കിൽ തുണിയിലൊക്കെ മുക്കിയിട്ട് വൃത്തിയാക്കുക. അതുപോലെ തന്നെ നല്ല ഹാർഡായിട്ടുള്ള ബ്രഷോ അതോ അല്ലെങ്കിൽ ശക്തിയേറിയിട്ടുള്ള രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഹാർഡായിട്ട് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ആ പെയിൻറ്റ് ഇളകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ശക്തമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പെയിൻറ്റിൻ്റെ നിറം മങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ടൈല്, ഗ്രാനൈറ്റൊക്കെ എങ്ങനെ വൃത്തിയാക്കാമെന്നുള്ളതാണ്. നമുക്ക് സാധാരണ എന്താണ് സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കാം. എന്തെങ്കിലും കറകളുണ്ടെങ്കിൽ വാട്ടർ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്കതുകൊണ്ട് ഉരച്ച് കഴുകാം. നല്ല കടുത്ത കറകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ക്ലീനർ വെച്ചിട്ട് അതിലൊഴിച്ച് കഴുകാം. ഇനി ചെറിയ ആസിഡുകളാണ്, ചെറിയ കനം കുറഞ്ഞിപ്പോൾ നാരങ്ങ നീരോ വിനാഗിരി അങ്ങനെയുള്ള ആസിഡുകൾ ഉപയോഗിക്കായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ മാർബിൾ, ഗ്രാനൈറ്റൊക്കെ ആണെങ്കിലോ നല്ല വീര്യം കൂടിയിട്ടുള്ള ലോഷൻസൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കളറുകൾ മങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ കാർപ്പറ്റുകൾ എങ്ങനെ വൃത്തിയാക്കുക? കാർപ്പറ്റുകൾ സാധാരണ എന്താ ചെയ്യുക, നല്ല രണ്ട് സൈഡും ഇങ്ങനെ നന്നായിട്ട് കുടഞ്ഞ് എന്തെങ്കിലും വടിയൊക്കെ ഉപയോഗിച്ച് തട്ടി കുടഞ്ഞ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വാക്വം ക്ലീനർ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊടി വലിച്ച് കളയാം. മാസത്തിലൊരിക്കലെങ്കിലും എന്ത് ചെയ്യുക, അത് നന്നായിട്ട് കഴുകാൻ പറ്റുന്നൊക്കെ കഴുകി സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകി എടുക്കുക. ഇനി ചുരുട്ടി വെക്കുന്ന കാർപ്പറ്റുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ പാറ്റഗുളിക വെച്ച് കഴിഞ്ഞാൽ പാറ്റകളൊന്നും വന്നിരിക്കില്ല. പിന്നെ ഇടയ്ക്ക് മാത്രമാണ് വെയിലത്തിടാൻ പാടുള്ളൂ. അതിന് അഥവാ നനച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉണക്കിയതിന് ശേഷം മാത്രം അതിനെന്ത് ചെയ്യുക, ചുരുട്ടി വയ്ക്കുക. ഇതൊക്കെയാണ് കുറച്ച് ഇതുപോലെ എങ്ങനെ ഓരോ ഭാഗങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാം, അതാണ് ഈ ചാപ്റ്റർ നോക്കാനുള്ളത്. ഇനി നമ്മുടെ ഡോർമാറ്റുകൾ ചവിട്ടി എങ്ങനെ വൃത്തിയാക്കാം? ചവിട്ടി വൃത്തിയാക്കാമെന്നുള്ളത് നമ്മൾ സാധാരണ എന്താണ് കമ്പ് കൊണ്ട് അടിച്ച് വൃത്തിയാക്കാം. സോപ്പ് വെള്ളത്തിൽ കഴുകിയെടുത്ത് നല്ലോണം വെയിലത്തിട്ട് ഉണക്കി നമുക്ക് ഉപയോഗിക്കാം. ഇനി പോളിഷ് ചെയ്യേണ്ട സാധനങ്ങൾ, പോളിഷ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം വീഴാതെ സൂക്ഷിക്കണം. ഏതെങ്കിലും പോളിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നന്നായിട്ട് പോളിഷ് ചെയ്തിട്ട് സൂക്ഷിക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ റബ്ബർ ചെരുപ്പുകൾ ധരിക്കുക, കൈകളിൽ നനവുണ്ടാവാൻ പാടില്ല. ഉണങ്ങിയ തടി കഷ്ണത്തിൽ നിന്നുകൊണ്ടോ ഗ്ലാസ് ഉപയോഗിച്ചോ ഇത്തരം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുക. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുൻപേ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നന്നാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ സ്വിച്ച് ബോർഡിൽ നിന്നും പ്ലഗ് ഊരി മാറ്റി വൈദ്യുതബന്ധം വിച്ഛേദിച്ചെന്ന് ഉറപ്പുവരുത്തുക. പഴയതും പൊടിഞ്ഞതുമായിട്ടുള്ള വയറുകൾ മാറ്റണം. എല്ലാ വൈദ്യുത ഉപകരണങ്ങൾക്കും എർത്ത് കണക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് 3 പിൻ പ്ലഗ് നമ്മൾ ഉപയോഗിക്കാം. ഇലക്ട്രിക് ഉപകരണങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. സ്വയം റിപ്പയർ ചെയ്യാൻ ശ്രമിക്കരുത്. ഉപയോഗമില്ലാത്ത സോക്കറ്റുകൾ പ്ലഗ് വെച്ചോ ടാപ്പ് വെച്ചോ അടയ്ക്കുക, അല്ലെങ്കിൽ കുട്ടികളൊക്കെ വന്ന് അതിൽ കൈയിടും. ഇലക്ട്രിക് ഉപകരണങ്ങളുടെ വയറുകൾ ചൂടുള്ള ഭാഗങ്ങൾ തട്ടാതെ നോക്കണം. പരിചയസമ്പന്നരായ ഇലക്ട്രീഷ്യനെ കൊണ്ട് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യിക്കാവുള്ളൂ. അതേപോലെ ISI മുദ്രയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇലക്ട്രിക് ഫ്യൂസിനെ പറ്റിയാണ് നോക്കാനുള്ളത്. എന്താണ് ഇലക്ട്രിക് ഫ്യൂസ്? നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും അമിതമായിട്ടുള്ള വൈദ്യുതപ്രവാഹം ഉണ്ടായിട്ട് വൈദ്യുത ഉപകരണങ്ങൾ കേടാവാതെയും ഇവിടെ എന്താ പറയുക തീപിടുത്തമൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള വൈദ്യുതപ്രവാഹം ഉണ്ടാവുമ്പോൾ എന്താണ്, സ്വയം കത്തിയിട്ട് ആ വൈദ്യുതപ്രവാഹത്തെ നിലപ്പിക്കുന്ന ഉപകരണമാണെന്ത്, ഫ്യൂസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ? വൈദ്യുതിയുടെ അമിത പ്രവാഹം നിയന്ത്രിക്കുവാനാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഫ്യൂസിൻ്റെ ഫേസിലും ന്യൂട്രലും തമ്മിൽ നേരിയ ഒരു നൂൽക്കമ്പി കൊണ്ട് ബന്ധിപ്പിക്കുന്നു. അമിതമായ വൈദ്യുതി പ്രവാഹമോ ഇലക്ട്രിക്കൽ ഉപകരണത്തിൽ ഏതെങ്കിലും തകരാറുണ്ടായാൽ ഈ കമ്പി കത്തിപ്പോവുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. നമ്മളതിന് ഒരു നോക്കുമ്പോൾ അറിയാം അല്ലേ, ഇങ്ങനെ ഒരു നേരിയൊരു ചെമ്പ് കമ്പി ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഫ്യൂസ് കത്തി എന്ന് പറയുന്നതാണ് ആ ചെമ്പ് കമ്പി കത്തിപ്പോയിട്ട് കണക്ഷൻ പോയി എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഓവർലോഡ് ഉണ്ടാകുമ്പോഴാണ് അതിങ്ങനെ കത്തിപ്പോവുക.
അപ്പോൾ അത് കത്തിപ്പോകുമ്പോൾ വൈദ്യുതി നമ്മുടെ വീട്ടിലേക്കുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടായേക്കാവുന്ന അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ ഫ്യൂസ് കത്തിപ്പോയി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, ആദ്യമായിട്ട് എന്ത് ചെയ്യുക, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ഏത് ഇലക്ട്രിക്കൽ ഉപകരണമാണോ തകരാറുള്ളത് അത് സ്വിച്ച് ഓഫ് ചെയ്യുകയോ പ്ലഗിൽ നിന്ന് ഊരി മാറ്റുകയോ ചെയ്യുക. ഫ്യൂസിലെ കത്തിപ്പോയ നൂൽക്കമ്പിയുടെ ഭാഗങ്ങൾ മാറ്റുക. പുതിയ നൂൽക്കമ്പി ഉപയോഗിച്ച് ഫ്യൂസിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുക. ഫ്യൂസ് അതിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കുകയും മെയിൻ സ്വിച്ച് ഓണാക്കുകയും ചെയ്യാം. അപ്പം എന്തുകൊണ്ടാണോ ഇത് കത്തിപ്പോയെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് പരിഹരിക്കുക. അതിന് മുന്നേ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. പിന്നെ ഫ്യൂസിലെ കമ്പി പൊട്ടിയതൊക്കെ മാറ്റിയിട്ട് വേറെ ഒരു കമ്പി ഇട്ട് കൊടുത്തിട്ട് അതിന് വീണ്ടും അവിടെ കൊണ്ടുപോയി കുത്താം. ഇനി എന്താണ് 3 പിൻ പ്ലഗ്? 5 ആംപിയർ ഉള്ളത്, ആംപിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. 5 ആംപിയർ ഉള്ളതോ 15 ആംപിയർ ഉള്ളതോ ആയ 3 പിൻ പ്ലഗുകളുണ്ട്. ഇതിൽ 3 വയറുണ്ടാവും, ഒരു പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ. ഈ 3 ഉള്ളതിനെയാണ് എന്ത് പറയുക, 3 പിൻ എന്ന് പറയുക. ന്യൂട്രൽ എന്ന് പറയുന്നത് എർത്ത്. എന്നിവ സാധാരണയായി പച്ച വയർ എർത്തിനും ചുവപ്പ് വയർ പോസിറ്റീവിനും മഞ്ഞയോ മറ്റേതെങ്കിലും കളർ നെഗറ്റീവായിട്ടും ഉപയോഗിക്കുന്നു. ഇതിനാണ് 3 പിൻ പ്ലഗ് എന്ന് പറയുന്നത്. ഇനി ഈ പ്ലഗ് മാറ്റുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്ലഗിൻ്റെ നടുഭാഗത്തുള്ള മെയിൻ സ്ക്രൂ അഴിക്കുക. പിന്നീട് 3 വയറുകളും ബന്ധിപ്പിച്ചിട്ടുള്ള ചെറിയ സ്ക്രൂകൾ അഴിക്കുക. ആവശ്യമെങ്കിൽ 3 വയറുകളുടെയും അഗ്രഭാഗം ചെറിയ കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് മുറിച്ച് നൂൽക്കമ്പികൾ വൃത്തിയാക്കുക. പുതിയ പ്ലഗ് എടുത്ത് ഓരോ വശങ്ങളും യഥാക്രമം സ്ക്രൂ ചെയ്യുക. വയറുകളുടെ അഗ്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതെ സൂക്ഷിക്കണം. കൂട്ടിമുട്ടാൻ പാടില്ല, അവരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യണം. പ്ലഗിൻ്റെ താഴെ ഭാഗത്ത് ന്യൂട്രൽ വയർ, എർത്തിങ് വയർ സ്ക്രൂ ചെയ്യുക. പ്ലഗിൻ്റെ കവർ ചെയ്ത് അടച്ച് മെയിൻ സ്ക്രൂ ഇട്ട് മുറുക്കുക. ഇതൊക്കെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി ഫാൻ ഉപയോഗിക്കുമ്പോൾ ഫാൻ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് ഫാനിൽ എന്ത് വേണം, ഗ്രീസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ്, ഒരു ശബ്ദം ഉണ്ടാവും. ഇനി ഫാൻ സ്വിച്ച് ഓഫ്, ഫാൻ നിന്ന് പോവുകയാണെങ്കിൽ എന്താ, തടിക്കഷ്ണം എങ്ങാനും വെച്ചിട്ട് വേണം ഫാൻ ഒന്ന് തട്ടി കറക്കാൻ ശ്രമിക്കുക. കറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യുക. പിന്നെന്താണ്, സ്പീഡ് കുറവാണെങ്കിൽ അർത്ഥം എന്താണ്, അതിൻ്റെ കപ്പാസിറ്റൻസ് കുറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കപ്പാസിറ്റർ മാറ്റി കൊടുക്കുക. അപ്പോൾ അത് ശരിയായിക്കോളും. പിന്നെന്താണ്, ഇടയ്ക്കിടയ്ക്ക് ഗ്രീസ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ശബ്ദം കുറയും. ഇനി ടാപ്പ് തകരാറിലായി എന്തൊക്കെ ചെയ്യുക? ലീക്കുള്ള ഭാഗം തുണിയൊക്കെ ഉപയോഗിച്ച് കെട്ടുക. അതിന് ശേഷം എന്താണ്, വെള്ളം പോകാത്ത രീതിയിലുള്ള ഏതെങ്കിലും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സെലോ ടാപ്പ് ഇൻസുലേഷൻ വെച്ചിട്ട് അതിനെ അടയ്ക്കുക. ജലസേചനത്തിനുള്ള മെയിൻ പൈപ്പ് അടയ്ക്കുക. ടാപ്പിൻ്റെ മുകൾ ഭാഗത്തെ സ്ക്രൂ അഴിക്കുക. ടാപ്പിലെ ഹെഡ് ഗിയർ അഴിക്കുക. അതിന് സ്നാപ്പർ ഉപയോഗിക്കുക. ഹെഡ് ഗിയർ അഴിച്ചതിന് ശേഷം വാഷർ മാറ്റുക. പുതിയ വാഷർ ഇട്ട് പഴയതുപോലെ ഹെഡ് ഗിയർ പുനഃസ്ഥാപിക്കുക. ടാപ്പിൻ്റെ മുകൾ ഭാഗം സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ടാപ്പ് മാറ്റുക, ടാപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഇനി ഫ്ലഷ് ടാങ്കിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതാണ്. ഫ്ലഷ് ടാങ്ക് അറിയാലോ. ഫ്ലഷ് ടാങ്കിൽ വെള്ളം വരുന്ന പൈപ്പിൻ്റെ അറ്റത്ത് ഒരു വാൽവ് ഉണ്ടായിരിക്കും. ഈ വാൽവിൻ്റെ മറ്റേ അറ്റത്ത് ഒരു ബോൾ പിടിപ്പിച്ചിരിക്കും. നമ്മൾ ഈ ടാങ്ക് തുറന്നു നോക്കിയാൽ നമുക്കറിയാം, ഒരു വാൽവും അതിൻ്റെ അറ്റത്തൊരു ബോൾ ഉണ്ടായിരിക്കും. വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ബോൾ ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പൊങ്ങി വരികയും സൈഡിലുള്ള വാൽവ് ടാങ്കിലെ വെള്ളം വരുന്നതിൻ്റെ പൈപ്പിൻ്റെ അടയ്ക്കുകയും ചെയ്യും. അതോടെ ഫ്ലഷ് ടാങ്കിലേക്കുള്ള വെള്ളത്തിൻ്റെ വരവ് നിലയ്ക്കുന്നു. ടാങ്കിലെ ചെറിയ നോബ് തിരിച്ച് വെള്ളം ക്ലോസറ്റിലേക്ക് ഒഴുക്കിയാൽ ടാങ്കിലെ ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ച് ബോൾ താഴേക്ക് വരികയും വീണ്ടും ടാപ്പിലേക്ക് വെള്ളം വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവും. അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ബോൾ ഉണ്ടാവുന്നത്. വെള്ളത്തിൽ പൊന്തിക്കെടുക്കുകയാണ് ഈ ബോൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വെള്ളം നിറയുന്നതിനനുസരിച്ച് ഈ ബോൾ ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഇവിടെ വെള്ളം വന്നറിയുന്ന ഭാഗം അടയും. പിന്നെ ഇതിലേക്ക് വെള്ളം വരില്ല. അപ്പോൾ നമ്മളത് ഫ്ലഷ് ചെയ്ത് വെള്ളം പോയി കഴിഞ്ഞാൽ ഈ ബോൾ താഴും. അപ്പോൾ ഇവിടെ ഇങ്ങനെ താഴ്ന്നു വരും. അപ്പോൾ അതിനനുസരിച്ച് ഇതിലേ വെള്ളം വന്നറിയും. വെള്ളം നിറയുമ്പോൾ ബോൾ ഇങ്ങനെ പൊന്തും. ഇതാണ് അതിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഈ ചാപ്റ്റർ ഇതാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എന്താണ് പഠിച്ചെടുക്കാനൊന്നുമില്ല, നമുക്കറിയാവുന്നുള്ളൂ. നിങ്ങളിങ്ങനെ വായിച്ചു നോക്കി നല്ലോണം ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ട് വായിച്ചു നോക്കുക. താങ്ക് യു.